നല്ലൊരു ക്ലാസ് പടമാണ് ക്യാപ്റ്റൻ മില്ലർ. ഒരു മാസ് ആക്ഷൻ എൻ്റർടൈനർ അല്ല, ഒരു പക്ക വാർ മൂവി കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ. സാധാരണ ഇന്ത്യൻ വാർ മൂവീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷൻ ഫ്ലിക്കുകളൊക്കെ നമ്മൾ കാണുമ്പോൾ കൂടുതലായിട്ടും മാസ് എലമെൻറ്റ്സ് ഒക്കെ വെച്ച് ഒരു വലിയ ഹീറോ ആണ്. സോ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഗിമ്മിക്സ് ഒക്കെ ഇതിൽ വെക്കാറുണ്ട്. ഇതിൽ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ സിനിമ കാണുന്നൊരു മോഡ് തന്നെ നമുക്ക് കിട്ടില്ല. ഒരു നോൺ ഇന്ത്യൻ ഗുഡ് വാർ മൂവി കണ്ടൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ആൻഡ് ഇതിലൊരു വലിയ ക്യാൻവാസിലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. അതിനൊരു ചെറിയ പോർഷനാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു തീർക്കുന്നത്. സോ ഒരു 3 പാർട്ട് മൂവിയുടെ ഒരു ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഒരു പ്രലോഗോ അല്ലെങ്കിൽ ഒരു പ്രീക്വൽ പോലെയൊക്കെ സർവ് ചെയ്യുന്നൊരു മൂവിയാണിതെന്ന് പറയാം. സോ ഈ ഒരു ചെറിയ ടൈമും കൊണ്ട് ഒരു വലിയ ക്യാൻവാസിൻ്റെ ഒരു ചെറിയ പോർഷൻ വളരെ നീറ്റായിട്ട് വളരെ എൻഗേജിങ് ആയിട്ട് സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. സോ ലാഗ് എന്നൊരു കാര്യം സിനിമയിലേ ഇല്ല. ഈ ക്യാരക്ടർ ആരാന്ന് ഡിഫൈൻ ചെയ്ത് വന്ന് ദെൻ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുഴുവനായിട്ടും. സോ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നതായിട്ട് തോന്നിയിട്ട് ദെൻ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴായിരിക്കും ഫുൾ ആക്ഷൻ ഫ്ലിക്കായിട്ട് മാറും. പക്ഷേ മൊത്തത്തിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രോപ്പർ കംപ്ലീഷൻ ഈ സിനിമയ്ക്കുണ്ട്. ഒരു പ്രോപ്പർ ക്ലാസ് നേച്ചർ ഉണ്ട്. ഇപ്പോൾ അരുൺ മധേശ്വരൻ എന്ന ഡയറക്ടർ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള റോക്കി, സാണികായുധം, ഈ 2 സിനിമകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലിം മേക്കിംഗ് ഇഷ്ടമായിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറുന്നത്. അതിനെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ധനുഷിനെ പോലൊരു വലിയ ആക്ടർ വരുന്നു, ഇത്ര വലിയ ക്യാൻവാസിലുള്ളൊരു സിനിമ വരുന്നു. സോ ഈ ഒരു ഇദ്ദേഹത്തിന് ആ ഒരു നേച്ചറൊക്കെ വിട്ടിട്ട് ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ എടുത്ത് പോകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അത് മാറ്റി കിട്ടി. കാരണം ആ ഒരു ഡയറക്ടറുടെ സ്കോപ്പ്, ആ ഒരു ഡയറക്ടറുടെ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അത് അതേപോലെ നമുക്കിതിൽ കാണാം. ചില ഫ്രെയിംസും ചില സീക്വൻസും ചില സീൻ ബിൽഡിങ്ങും ഒക്കെ തന്നെ കിട്ടില്ല. ഇത് ഇദ്ദേഹം എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേപോലെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ധനുഷിന് വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്ത് ഇങ്ങനെയല്ല എൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ മാറ്റണം, ഇങ്ങനെ ഇവിടെ സ്ലോ മോഷൻ വരണം, ഇവിടെ ഒരു മാസ് ഡയലോഗ് വേണം, ഇവിടെ ഒരു പഞ്ച് ഡയലോഗ് വേണം, അങ്ങനത്തെ ഒന്നുമില്ല. ഈ ക്യാരക്ടർ ആരാണോ അത് മാത്രമായിട്ടാണ് ധനുഷ് ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ദെൻ അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന് കൂടെയുള്ള കുറേ പേർക്കും കൂടി പെർഫോം ചെയ്യുന്ന സ്പേസും ടൈമും ഒക്കെ തന്നെ സിനിമയിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ സിനിമാറ്റിക് അപ്രോച്ച് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ക്ലാസ് പടമായിട്ടാണ് ഇതിൽ പറയുള്ളൂ. സോ ഒരു മാസ് ആക്ഷൻ ഫ്ലിക്കായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സിനിമ ചിലപ്പോൾ നിരാശപ്പെട്ടേക്കാം. കാരണം അങ്ങനത്തെ ഒരു ഹൈ ഒക്ടൈൻ മാസ് പടമല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ജയിലറോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിക്രോ പോലെയുള്ള സിനിമകളൊക്കെ കൊടുത്തിട്ടുള്ള പോലെയുള്ള ആ ഒരു മോഡല്ല ഈ സിനിമയ്ക്ക് അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു അപ്രോച്ചാണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് അത് ഗംഭീരമായിരുന്നു. ഞാൻ ധനുഷ് മാത്രമല്ല, കൂടെ വരുന്ന ചെറിയ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ചെറിയ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെ പോലും പ്രോപ്പറായിട്ട് നല്ല ഹൈ മൊമെൻറ്റ്സ് അവർക്ക് പോലും കൊടുക്കാൻ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ഒരു കണ്ണാടി വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടൊരു ചെറുപ്പക്കാരൻ വരും. ആൾ ചങ്ങായി ജസ്റ്റ് ബോംബറിയിൽ മാത്രമാണ് സ്ഥിരം മൂപ്പരുടെ പണി. അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ശിവരാജ് കുമാറിൻ്റെ ക്യാരക്ടർ, ദെൻ ഇതുപോലെ ചെറുതും വലുതുമായ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് ഒരു പക്ഷേ ഇനി അടുത്ത് വരാനിരിക്കുന്ന സിനിമകളിലൊക്കെ തന്നെ ഇവരെയും കൂടി സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ഈ സിനിമയിൽ നമുക്ക് പ്രധാനമായിട്ട് കാണിച്ചു തരുന്നത്. ആൻഡ് ഇതൊരു കഥയുടെ കംപ്ലീഷൻ ഇല്ലായിക്കൊന്നുമില്ല, പ്രോപ്പറായിട്ട് സിനിമ കഥ പറഞ്ഞ് തീർക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഏക പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമാണ്. കാരണം ഒരു ഹൈ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള, എന്നാൽ ചിലപ്പോൾ ഡയറക്ടർ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ എങ്കിലും നമ്മളത് കണ്ട് ശീലിച്ചില്ലെങ്കിൽ കേട്ട് ശീലിച്ചിട്ടില്ലാത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സൗണ്ട് ട്രാക്കൊന്നും സിനിമയിൽ കിട്ടുന്നില്ല. ഇപ്പോൾ മറ്റൊരുപാട് സിനിമകൾ നമ്മൾ കണ്ട പോലെ ഈവൺ ഇപ്പോൾ അസുരനിലടക്കം കിട്ടിയ പോലത്തെ ഒരു സൗണ്ട് ട്രാക്ക് പോലും ഇതിലില്ല. സോ സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചൊന്ന് താഴോട്ട് പോയി എന്ന് തോന്നി. അതും കൂടി ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയുടെ എൻ്റയർ ലെവൽ തന്നെ മാറിയാണ്. സ്റ്റിൽ സിനിമ ഗംഭീരമാണ്, അടിപൊളിയാണ്. പക്ഷേ അത് കുറച്ചും കൂടി നന്നാക്കിയായിരുന്നു തോന്നി ഇതിലെ സൗണ്ട് ട്രാക്കും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ. സോ ക്യാപ്റ്റൻ മില്ലർ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു കൊമേഴ്ഷ്യൽ മാസ് ആക്ഷൻ ഫ്ലിക്ക് എന്നതിലുപരി ഒരു വാർ മൂവി കാണുകയാണ് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ സിനിമ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു പീരീഡ് ബേസിലുള്ള ഒരു ഇന്ത്യൻ ടെറൈനിലുള്ള നമുക്ക് അധികം കണ്ട് ശീലിച്ചിട്ട് നമുക്ക് ഈ ലോജിക് മൈൻഡൊക്കെ മാറ്റുക. പക്ഷേ ഈ കയറി കെട്ടി തൂക്കലോ ഗ്രാഫിക്സോ ഇതൊന്നും തന്നെ അധികം യൂസ് ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറലാണ്, എല്ലാം റിയൽ ആയിട്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതും സിനിമയുടെ വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണെന്ന് പറയാം. കുറേ ഗിമ്മിക്സ് ഇങ്ങനെ കുത്തിക്കയറ്റാൻ പറ്റുന്ന ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മാറ്റി ഒരു വളരെ നോർമൽ ആൻഡ് റോ അപ്രോച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് സിനിമ എൻ്റയർലി ഒരു ഫ്രഷ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു പക്ക ഇന്ത്യൻ വാർ മൂവി എന്ന രീതിയിൽ ഈ സിനിമ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, ആ രീതിക്ക് നിങ്ങൾ സിനിമയ്ക്ക് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ഒരു നല്ല തിയേറ്ററിൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവി കൂടിയാണ്. തിയേറ്ററിൽ തന്നെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. സോ ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയോട് വീണ്ടും കാണാം.